ഗായ്സ് അസ്സലാമു അലൈക്കും. ടുഡേ ഈസ് ദ ബിഗ് ഡേ. നമ്മൾ ഡെലിവറിക്ക് പോകേണ്ടി പോവാണ്. എൻ്റെ മേക്കപ്പ് കുറച്ച് ഓവറായി ചേച്ചി. ടുഡേ ഇന്ന് ജാനുവരി 30 ഇന്ന് ഇപ്പോൾ സമയം കറക്റ്റ് 10 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഇറങ്ങാനായി പോവാണ്. അപ്പോൾ എനിക്ക് ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആക്ച്വലി 1 മന്തും കൂടി ഉണ്ട് ഡെലിവറിക്ക്. പക്ഷേ വേഗം ഡെലിവറി ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 36 weeks and 3 days ആയിട്ടുള്ളൂ. പിന്നെ അജു വരുന്നുണ്ട്. അജു ഒന്ന് ഉച്ചയ്ക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ സമാധാനം. ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഒരു ബർത്ത് വ്ളോഗൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, മാക്സിമം ട്രൈ ആക്കാം വീഡിയോസ് എടുക്കാനും കാര്യങ്ങളും. എൻ്റെ കസിൻ ഉണ്ട് റുക്സ, അവളെ പ്രത്യേകം എടുത്ത് ഞാൻ പറയും. ബ്ലഷാണ് കേട്ടോ. കാരണം അവളാണ് എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ആൾ. ഷീ ഈസ് സോ ഗുഡ്. അപ്പോൾ അവളെ കൂടെ വരുന്നുണ്ട്, അതാണ് ആകെ ഒരു ആശ്വാസം. അപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ അവൾ എടുത്തോളും. ഇന്ന് പോയിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞത്. അവർ പോയിട്ട് ഡയലേറ്റഡ് ആയിട്ടുണ്ടാകും നോക്കും. ജസ്റ്റ് ഡയലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2 centimeter ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻഡ്യൂസ് ചെയ്യാൻ അങ്ങനെ ബലൂൺ കത്തീറ്റർ ഇടാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ മിക്കവാറും ഇടേണ്ടി വരും. എനിക്കാണെങ്കിൽ അതിടുന്നത് ആലോചിക്കാൻ പോലും വയ്യ. റബ്ബേ പഠിച്ചോനെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നെന്ന്. ഞാൻ കുറച്ച് 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ബർത്തിങ് ബോൾ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് നോ, എൻ്റെ സെർവിക്സ് കുറച്ച് ഹാർഡാണെന്നാണ് പറഞ്ഞത്. സോ ഡയലേഷൻ തീരെ ഉണ്ടായിരുന്നില്ല 3-4 ദിവസം മുന്നേ പോയപ്പോൾ. എന്തായാലും നോക്കി നോക്കാം. പടച്ചോൻ വിധിക്കണ പോലെ നടക്കുമല്ലോ എല്ലാ കാര്യങ്ങളും, അതുപോലെല്ലാം നടക്കുള്ളൂ. അപ്പം ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പെയിനൊക്കെ വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇനിയിപ്പോൾ ഇന്നാണോ നാളെയാണോ ഡെലിവർ ആവാമെന്നറിയില്ല. ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ബാക്കിയുള്ള സ്റ്റോറിയൊക്കെ ഞാൻ പിന്നീട് വീഡിയോയിൽ പറയേണ്ട വോയിസ് ഓവർ ഇട്ടിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്താ പറയേണ്ട അറിയില്ല. കംപ്ലീറ്റ് ബ്ലാങ്കാണ്. നല്ല ടെൻഷൻ അടിക്കാൻ പാടില്ല എന്നാണ്. കാരണം സെർവിക്സ് ഡയലേറ്റഡ് ആവാൻ നമ്മൾ അത്രയും കൂളായിട്ടിരിക്കണം, എന്നാലാണ് അതാവുള്ളൂ. എനിക്ക് മൂത്ത ആൾ ആയത്തിന് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അറിയില്ലല്ലോ നമുക്ക് എന്താ പെയിനെന്ന്. അപ്പം ഭയങ്കര കൂളായിട്ട് പോയത്. ഇതിപ്പോൾ അറിയാം എന്താണ് പെയിൻ എന്നുള്ളത്. ഓർമ്മയില്ല, എന്നാലും ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം നമ്മൾ പോകണം എന്നുള്ളത് നല്ല ഓർമ്മയുണ്ട്. അപ്പം പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടുണ്ടല്ലോ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു ലേബർ റൂമിൽ. അവരുടെ കാട്ടിക്കൂട്ടൽ ഓരോരുത്തരെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എടുക്കുന്നത് ലേബർ റൂമിൽ. എനിക്കാണെങ്കിൽ പെയിനും ഇല്ല, വല്ലാണ്ട് പെയിനില്ല, എന്നാലും ഉണ്ട് ചെറുതായിട്ട് ഇങ്ങനെ. അപ്പോൾ അവരുടെ അതൊക്കെ കണ്ടിട്ട് എനിക്ക് ടെൻഷനാവാൻ തുടങ്ങി. ഓ മൈ ഗോഡ്. ഞാൻ മനസ്സിലിങ്ങനെ എപ്പിഡ്യൂറൽ എടുക്കണം എന്നൊക്കെ ഉണ്ട്. ഇനി പറയില്ല ആ സമയത്ത് ഇനി ഏതാ ഐ ഡോണ്ട് നോ. അപ്പോൾ വരുന്ന പോലെ കാണാം, വരുന്ന പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ബാക്കി വീഡിയോസിൽ പറയാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാം, ഐ ആം നുസൈബ ഹിയർ, മദർ ഓഫ് 2 under 2. ഫസ്റ്റ് ബേബിയാണ് ഇരിക്കുന്നത്, ആയത്. ആൻഡ് സെക്കൻഡ് ബേബി ഒബ്വിയസ്ലി വീഡിയോ എടുക്കുന്ന ദിവസം ഡെലിവറി ആയിട്ടില്ലല്ലോ. ആൻഡ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 10 to 15 days ആയിട്ടോ. അങ്ങനെ ഞാനും ഒരുങ്ങി, ആയത്തിനെ ഒരുക്കി കഴിഞ്ഞ് ഞങ്ങൾ പെട്ടിയും കിടക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഗൈസ്, ഈ പെട്ടികൾ കണ്ടിട്ട് ആരും ഞങ്ങൾ വീട് ഒഴിവാക്കി പോകണമെന്നൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്, ആരും പേടിക്കണ്ട. ആ പേർപ്പിൾ ബാഗിലൊക്കെ ഇരിക്കുന്നത് ഫുൾ ആയത്തിൻ്റെ ടോയ്സാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ ഭദ്രമായി പൂട്ടി ഞങ്ങൾ ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കസിൻ റുക്സാടെ അടുത്താണ് വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നത്. അവൾ ഇത്ര ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കും വീഡിയോസാണ് എടുക്കണമെന്ന് എനിക്ക് അറിയേണ്ടിയിരുന്നില്ല. അപ്പോൾ ആ വീട് പൂട്ടുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും എല്ലാം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ വണ്ടിയിൽ കഷ്ടപ്പെട്ട് ഏന്തി വലിഞ്ഞ് കയറി ഞങ്ങൾ കോട്ടക്കൽക്ക് തിരിച്ചു. ഇനി ഞാൻ സംഭവങ്ങളൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സംഭവം ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് കാണാത്തവർക്ക് വേണ്ടിയിട്ടോ. ഒരു ജാനുവരി 26 ഞാൻ ഫോൾസ് കോൺട്രാക്ഷൻസ് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അഡ്മിറ്റായി. അപ്പോൾ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കാൻ ചെയ്ത റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഓക്കെ, എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു 1 വീക്കിനുള്ളിൽ ഡെലിവറി ചെയ്യേണ്ടി വരും, ബേബി വെയിറ്റൊക്കെ ആയേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഫെബ്രുവരി 3 വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ വേറൊരു സംഭവം കൂടി നടന്നിട്ടുണ്ടായിരുന്നു. 28 ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓക്കെ, ഇനി 3 വെയിറ്റ് ചെയ്യണ്ട, വേഗം പോന്നോളൂ, വേഗം ഡെലിവർ ആക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ ഈ ജാനുവരി 30 എന്നുള്ള ഡേറ്റിൽ എത്തിയത്.
അപ്പോൾ വീഡിയോക്ക് തിരിച്ചു വരാം. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഞാൻ നേരെ ലേബർ റൂമിൽ പോയി. ഇവർ പിന്നെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഉള്ള പ്രൊസീജിയേഴ്സിലായിരുന്നു. പിന്നെ എന്നെ കയറ്റുന്ന രംഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ആക്ച്വലി അജു നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ അന്നൊരു ഫ്രൈഡേ ആയിരുന്നു, അതുകൊണ്ട് ജുമ ഉണ്ട്. അപ്പോൾ ജുമ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തിൻ്റെ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നിൽക്കണ ഏതോ ഒരു സ്ട്രേഞ്ചറാണ് സംഭവം. അജു ആക്ച്വലി അപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അജുവിനെ കണ്ടിട്ടുള്ള ഷോക്കായിട്ടുള്ള എക്സ്പ്രഷനാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആൾ ആദ്യം ചിരിച്ച് പിന്നെ മുഖം അങ്ങ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് പോയി. സംഭവം അജു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ജീവനാണ് കേട്ടോ. എൻ്റെ ഫോണിലേക്ക് ഏതെങ്കിലും കോള് വരുമ്പോഴത്തേനും ആൾ അജു എന്ന് പറഞ്ഞിട്ട് ഓടി വരും. ഇപ്പോൾ ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് എന്തോ അറിയാത്ത ഏതോ ആളെ കാണുന്ന മട്ടാണ്. ആക്ച്വലി ലേബർ റൂമിൽ കയറിയ സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിട്ട് വന്ന ഡ്രസ്സ് മാറ്റിയിട്ട് മാക്സ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, എനിമയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ലൈക്ക് നമുക്കും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് വേറെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരത് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ലഗേജസൊക്കെ കാറിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. കാരണം നമുക്ക് റൂം ഇപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല റൂം ആ സമയത്ത്, വന്നിട്ടല്ലോ. ബട്ട് അവർ ലഗേജസൊക്കെ എടുത്തിട്ട് എനിക്ക് ലേബർ റൂമിലേക്ക് മാക്സും കാര്യങ്ങളൊക്കെ തന്നിട്ട് പിന്നെ ലേബർ റൂമിൽ അവർ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് ലഗേജസൊക്കെ വെച്ചിട്ട് അങ്ങനെ വെയിറ്റിംഗ് കണ്ട. റൂം വന്നു കഴിഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യാമല്ലോ ലഗേജസൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ആദ്യത്തിനാണെങ്കിൽ അജു വന്ന പവറാണോ എന്താണെന്നറിയില്ല, ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. ആക്ച്വലി അവൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കര എന്തോ ഒരു ഹാപ്പിനെസ് ഉണ്ട് അവൾക്ക് ഈ ഹോസ്പിറ്റലിൽ വരുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ അവൾക്കൊരു ഏരിയ ഉണ്ട്, പിന്നെ പ്ലേ ഏരിയ ഉണ്ട് കുട്ടികളുടെ. അവിടെ ആ ഒരു ഏരിയ കണ്ട് അവൾക്കറിയാതെ കളിക്കാനുള്ള സ്ഥലമാണെന്നൊക്കെ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ അജുവിനെ കണ്ടുമുട്ടി ഗൈസ്. 1-2 കൊല്ലം കാണാണ്ടിരുന്ന് കാണുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു മാസം അങ്ങനെ ആയിട്ടുള്ളൂ കേട്ടോ കാണാണ്ടിരുന്നിട്ട്. പിന്നെ അങ്ങനെ ലേബർ റൂമിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് എന്നെ നേരെ റൂമിലേക്ക് വിട്ടു. ഞാനിപ്പോൾ ലേബർ റൂമിലായിരുന്നു. അവിടുന്ന് ഫസ്റ്റ് നമ്മൾ അഡ്മിഷനൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് അനിമ തന്ന് അത് കഴിഞ്ഞ് PV ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ 1 സെൻറ്റിമീറ്റർ ഡയലേഷൻ എന്തോ ഉള്ളൂ. അപ്പോൾ ഫോളിക് ട്യൂബ് ഒബ്വിയസ്ലി ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോളിക് ട്യൂബൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. ഇത് ആക്ച്വലി സ്യൂട്ട് റൂമാണ്. LDR അപ്രാഷൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റിൽ ഞാൻ നോർമൽ നമ്മൾ ലേബർ റൂമിൽ തന്നെയാണ് ഡെലിവറി ചെയ്തിരുന്നത്. ഇപ്രാവശ്യം സ്യൂട്ട് റൂമാണ്. സ്യൂട്ട് റൂം ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. അപ്പോൾ നേരെ റൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഡോറ് വാഷ്റൂം ഡോറാണ്, വാഷ്റൂമിലേക്കാണ്. പിന്നെ നേരെ കാണുന്ന ബെഡിൽ അതിലാണ് നമ്മൾ ഡെലിവറി ചെയ്തത്. ഈ ഒരു റൂം എന്ന് പറയുന്നത് ഫുൾ ഡെലിവറി കാര്യങ്ങളൊക്കെ നടക്കുന്ന റൂമാണ്. പിന്നെ ഒബ്വിയസ്ലി സോഫ ആൻഡ് TV എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ആകാശം അതുപോലെ തന്നെ നല്ല പച്ചപ്പുണ്ട് കണ്ടു കിടക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവിടുന്ന് പിന്നെ ഡയറക്റ്റ് നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സിന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ്, വേറെ സെപ്പറേറ്റ് റൂമാണ്. ആ നേരെ കാണുന്നത് വാഷ്റൂമാണ്. പിന്നെ ഒബ്വിയസ്ലി ഒരു ബൈസ്റ്റാൻഡറിനുള്ള ബെഡുണ്ട്, പിന്നെ വേറൊരു സോഫ ഉണ്ട്, കബേർഡ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമുക്കൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു പ്ലേറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജ് ആൻഡ് എവറിത്തിങ്, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്രാവശ്യം ഞാൻ സ്യൂട്ട് റൂം ചൂസ് ചെയ്യാൻ LDR ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് പെയിൻ വരുന്ന സമയത്ത് എനിക്ക് ഒരാളുടെ പ്രസൻസ് ലൈക്ക് ജസ്റ്റ് ഒരു കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇടങ്ങേറ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ഓരോ കോൺട്രാക്ഷൻ വരുമ്പോൾ ഞാൻ അപ്പോൾ സിസ്റ്റർ എന്ന് വെച്ചിട്ട് ഓളിട്ട് വിളിക്കും. അങ്ങനെ സിസ്റ്റർ ഓടി വരും. ഇവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മളെ അടുത്ത് അത്രയും ഇതിലാണ് നിൽക്കുന്നത്. നല്ല സമാധാനിപ്പിക്കും വന്നിട്ട്. അങ്ങനെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞോടുകൂടി എനിക്ക് മനസ്സിലായത് ചില്ലറ പരിപാടിയില്ലാന്ന്. അതായത് നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര വലിയ കാര്യമാണെന്ന്. നമുക്ക് വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് കൈ പിടിച്ച് നിൽക്കാൻ ഒരാൾ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞോടുകൂടി മനസ്സിലായിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം സ്യൂട്ട് റൂം എടുത്തത്. ആക്ച്വലി കുറച്ച് നേരമായി ഈ ഫോളിക് ട്യൂബ് ഇട്ടിട്ട്. ഇത് തീരെ ഫോളിക് ട്യൂബ് വീണിട്ടില്ല. ആദ്യത്തിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇട്ടിട്ട് 1 ഹവറിനുള്ളിൽ തന്നെ വീണിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 3:55, 4 o'clock ഒക്കെ ആയിക്കണം ഓൾമോസ്റ്റ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇന്ന് ഡെലിവറി ഉണ്ടാവുമോ അതോ ഇനിയിപ്പോൾ നാളെയാണ് എന്താണെന്നറിയില്ല. ഡയലേഷൻ നടക്കുന്നതിനനുസരിച്ചിട്ട് ആയിരിക്കും. അജുവിൻ്റെ ഉമ്മ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പം അപ്പുറത്തെ റൂമിൽ ഹസ്ന ഇവിടെ വർക്ക് ചെയ്യണത്. എൻ്റെ കസിനോള് നേഴ്സാണ്, അപ്പോൾ അവിടെ വർക്ക് ചെയ്യണത്.
അപ്പോൾ അവളുണ്ട്. പിന്നെ റുക്സ് ഒബ്വിയസ്ലി ഇതിനൊക്കെ മെയിൻ ആൾ, വീഡിയോ എടുക്കണേന് നല്ല ഹെൽപ്ഫുള്ളായിട്ടാണ് റുക്സ്. ഇപ്പോൾ എനിക്ക് കൈ കാലെല്ലാം മോയ്സ്ചറൈസ് ചെയ്തെന്ന്. അപ്പോൾ അവളാണ്. റുക്സ് ഉണ്ട്, പിന്നെ ഉമ്മ ഉണ്ട്, പിന്നെ ആത്തുണ്ട് മോള്. ആൾ പിന്നെ ആളുടെ ഉച്ചക്കുള്ള ഫുഡും എല്ലാം കഴിഞ്ഞിട്ട് സ്ലീപ്പിംഗ് ടൈം ആയപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇവർ കഞ്ഞും തന്നതിനെ ഒതുക്കിയിട്ട് ഇവർ നൈസായിട്ട് നല്ല അടിപൊളി ബിരിയാണി തട്ടിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സമയമായപ്പോഴത്തേക്കും പിന്നെ അജുൻ്റെ ഉമ്മ വന്നു. അജുൻ്റെ ഉമ്മ വരുമ്പോൾ നല്ല പൈനാപ്പിളും അതുപോലെ ജിലേബി അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആയത്തിന് പഴം വാട്ടിയതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പാവം. അപ്പോൾ ആക്ച്വലി ഇതൊന്നും എനിക്ക് ഞാൻ തിന്നിട്ടുണ്ടായിരുന്നില്ല. പൈനാപ്പിൾ ഫ്രൂട്ട്സ് ഒന്നും തിന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ളൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തിന്നാനുള്ളൊരു മൂഡിലായിരുന്നില്ല. നല്ല പീരിയഡ് ക്രാംസ് പോലെ പെയിന് വരുന്നുണ്ടായിരുന്നു നൈസായിട്ട്. യെസ്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫോളി ട്യൂബ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഫോളിക് എന്നിട്ട വീഡിയോയിൽ പറയുന്നത് ആക്ച്വലി ഫോളി ട്യൂബാണ്. അപ്പോൾ ഫോളി ട്യൂബ് എന്ന് പറയുന്നത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഇറ്റ്സ് ലൈക്ക് ഒരു സോഫ്റ്റ് തിൻ റബ്ബർ ട്യൂബാണത്. ഒരു സ്മോൾ ബലൂൺ ഉണ്ടാവും അതിൻ്റെ ടിപ്പിലായിട്ട്. ഇവിടെ ഫോട്ടോ കാണിക്കാം ഞാൻ. ആൻഡ് ഇത് എപ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമ്മളെ സെർവിക്സ് ഓപ്പൺ ആയിട്ട് ഫുൾ ക്ലോസ്ഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ബേർലി ഓപ്പൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ, അതായത് ഫോർ എക്സാമ്പിൾ 1 സെൻറ്റിമീറ്റർ ഡയലേഷനൊക്കെ ഉള്ളെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യുക, അതായത് സെർവിക്സ് ഭയങ്കര ഫേം ആയിട്ടിരിക്കുകയാണെന്നൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മളെ സെർവിക്സ് സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ലേബർ ഇൻഡ്യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ്, അതായത് നമ്മൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് പോവുക, അല്ലെങ്കിൽ വാട്ടർ ബ്രോക്ക് ആവുക, പക്ഷേ കോൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഇപ്പോൾ വേറെ എന്തെങ്കിലും മെഡിക്കൽ സിറ്റുവേഷൻസ് ലൈക്ക് ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, ഇങ്ങനത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ എൻ്റെ കേസിലൊക്കെ ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ടാണ് എനിക്ക് നേരത്തെ ഡെലിവറി പറഞ്ഞത്. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബ് നമ്മൾ സെർവിക്സിലേക്ക് ജെൻറ്റ്ലി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് സ്റ്റെറൈൽ വാട്ടർ വെച്ച് ഫില്ല് ചെയ്തിട്ട് ഈ കത്തീറ്റർ ഈ ട്യൂബ് ആക്ച്വലി കുറച്ച് വലിച്ചിട്ട് നമ്മളുടെ തൈസിലേക്ക് കെട്ടി വെക്കും അവർ. അപ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് ആയത്തിൻ്റെ ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ പറയുന്നുണ്ട് എനിക്ക് വലിയുന്നുണ്ട് എന്ന് ഞാൻ ഈ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയുന്നുണ്ട് സിസ്റ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് എൻ്റെ അടുത്ത്, അത് മോളെ അങ്ങനെ തന്നെയാണ്, അത് വലിച്ച് കെട്ടുന്നത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ എനിക്കന്ന് ആക്ച്വലി അറിയില്ലത് എന്തിനീ വലിച്ച് കെട്ടുന്നുള്ളത്. അപ്പോൾ ആക്ച്വലി അത് വലിച്ചു കെട്ടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെർവിക്സിലേക്ക് പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രഷർ കൊടുത്താൽ അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റെറൈൽ വാട്ടർ വെച്ച് ഫില്ല് ചെയ്തിട്ട് വലിച്ചു കെട്ടുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ആ പ്രഷറിൽ നമ്മൾ സെർവിക്സ് അങ്ങനെ സോഫ്റ്റ് ആവുകയും ചെയ്യും. തിൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 to 4 സെൻറ്റിമീറ്റർ ഡയലേറ്റഡ് ആവും. അങ്ങനെ ഡയലേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഫോൾ ഓഫ് ആവും അവിടുന്ന്. എനിക്കറിയുന്ന രീതിയിലും അതുപോലെ ഞാൻ മനസ്സിലാക്കുന്ന രീതിയിലുമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്തായാലും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേസ്, പിന്നെ ഫോളി ട്യൂബിനൊക്കെ പറ്റിയിട്ട് കുറച്ച് ഓവർ എക്സ്പ്ലനേഷൻ തന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എന്ത് പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിലും അതിനെ പറ്റിയിട്ടൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ആഫ്റ്റർ ഓൾ നമ്മുടെ ബോഡിയാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രൊസീജിയറാണ്, എങ്ങനെയാണ് പ്രൊസീജിയർ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊരു ബേസിക് ഐഡിയ വേണം. ഒന്നും വേണ്ട. ഇപ്പം ഞാനൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് നോക്കും ഇത് എന്താ സംഭവം, അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലോട് ചോദിക്കും. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഞാൻ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നഴ്സുമാരുടെ അടുത്ത് ഇത് എന്താ ചെയ്യണത്, ഇത് എന്തിനാണ് ചെയ്യുന്നത്, എനിക്ക് കുറേ ഡൗട്ട്സ് ആയിരിക്കും, ഇതെങ്ങനെ ഇതെന്താന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം കേട്ടോ. പറഞ്ഞ് വേറെ എവിടേക്കൊക്കെയോ എത്തി. എനിവേസ്, ലെറ്റ്സ് കം ബാക്ക് ടു ദ വീഡിയോ. പിന്നെ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഇപ്പോഴും കറൻ്റ്ലി ഫോളിക് ട്യൂബ് ആക്ച്വലി എക്സ്പെൽ ആയിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ടാണത് ഇതാവുന്നത്, ടൈം എടുക്കും. അതിലിടയ്ക്ക് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് എന്തായി നോക്കുമ്പോൾ ഫോളിക് ട്യൂബ് വീണാലാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് എത്രത്തോളം ആയിക്കണം, ഡയലേറ്റ് ആയിക്കണം എന്നൊക്കെ ഒന്ന് പറയാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഇപ്പോൾ അജുൻ്റെ ഉമ്മ ഒക്കെ വന്നിട്ടുണ്ട്, പിന്നെ കസിനുണ്ട് ഷംന, അവർ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കണം, അവർക്ക് ആ റൂമിലാണ്. ഇപ്പോൾ ബേർത്തിങ് ബോൾ ഇവിടെ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി വാങ്ങിച്ച ബേർത്തിങ് ബോൾ ആക്ച്വലി സൈസ് ചെറുതാണ്. എൻ്റെ സൈസിന് ഇതൊക്കെ മൈക്ക് ഇവിടെ അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ സൈസിന് ഇപ്പോൾ കണ്ടറിന് കാണിച്ചാൽ എൻ്റെ സൈസ് അനുസരിച്ച് കിട്ടില്ലേ. വീട്ടിൽ നിന്ന് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേർത്തിങ് ബോളും വരുന്നിട്ട് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ആയത്തിന് ആക്ച്വലി ഞാൻ എപ്പോൾ ബേർത്തിങ് ബോളും വരുന്ന എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്ക് ആദ്യമേ കയറി ചാടി കളിക്കണം.
അതിനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ആദ്യത്തിന് പിന്നെ ഉമ്മ എടുത്ത് കൊണ്ടുപോയിട്ടാണ്. അടുത്ത അപ്ഡേറ്റ് പറയാനുള്ളതാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞിരുന്നല്ലോ ഫോളിക് ട്യൂബ് വീണിട്ടുണ്ടായിരുന്നില്ല. ഫോളിക് ട്യൂബ് എന്നല്ല പറയാം, ഫോളി എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ. അപ്പോൾ അത് വീണിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് കോൺട്രാക്ഷൻസ് പോലെ വരും. ഞാൻ വിചാരിച്ച ഫോളിക് ട്യൂബ് വീഴാനുള്ള വേദനയാണെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എന്നിട്ട് സിസ്റ്റർ വന്ന് നോക്കും. സിസ്റ്റർ നോക്കിയിട്ട് പറയാം ലൈക്ക് ഒരു വിവരമില്ലല്ലോ എന്നിട്ട് വന്ന് നോക്കിയത്. കാരണം കുറച്ച് നേരമായി ഇട്ടിട്ടുണ്ടായിരുന്നത്. വേദന ഉണ്ടെന്ന് പറയുകയും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ബെയറബിളായിട്ടുള്ള പെയിൻ തന്നെയായിരുന്നു. എന്നിട്ട് വന്ന് നോക്കിയപ്പോഴാണ് ലൈക്ക് ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് പുറത്ത് വന്നിരിക്കണമെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് വീണിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഫുൾ വീണ് പോയാലാണ് നമുക്ക് അറിയുള്ളത് വീണെന്നുള്ളത്. ഇത് ആക്ച്വലി സെർവിക്സിൽ ഇങ്ങനെ ജനൽ ഏരിയയിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. സംഭവം വീണിക്കണ്, പക്ഷേ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ അവർ പുൾ ഔട്ട് ചെയ്യാൻ ചെയ്തത്. പിന്നെ അപ്പോൾ എന്നിട്ട് PV ചെക്ക് ചെയ്തപ്പോൾ ഒരു 2-3 സെൻറ്റിമീറ്റർ ഡയലേറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കോൺട്രാക്ഷൻസ് ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. പക്ഷേ ബേബിയുടെ ഹെഡ് നല്ല ഇറങ്ങാനുണ്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ബർത്തിങ് ബോളിൽ ഇരുന്നിട്ട് ചെറുതായി എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അനിമ ചെയ്തുകൊണ്ട് ഫുഡും വിശക്കുന്നുണ്ട്. ഫുഡും ഈ ജ്യൂസൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ടാ അങ്ങനെ ഇരിക്കണ്. ആൻഡ് അജു ആക്ച്വലി കുറച്ച് നേരമൊന്നും ഞാൻ ഉറങ്ങാൻ വിട്ടു. അജു ഉറങ്ങിയിട്ടേ ഇല്ല, ഇന്ന് ഉച്ചക്കല്ല എത്തിയത്. അപ്പോൾ ഇപ്പോൾ കസിൻ ഉണ്ട്, റുക്സ, അവളാണ് എൻ്റെ കൂടെ ഇങ്ങനെ നിന്നിരുന്നത് ഫുള്ള്. കോൺട്രാക്ഷൻസ് വരുമ്പോഴൊക്കെ ഇങ്ങനെ അടുത്ത് വരും. പിന്നെ പറഞ്ഞ പോലെ എപ്പിഡ്യൂറൽ എടുക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല. ആയത്തിൻ്റെത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ഇഞ്ചെക്ഷൻ വേണമെന്ന് അങ്ങോട്ട് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയുന്നത് തന്നെ എനിക്ക് അത്രയും സഹിക്കാൻ പറ്റാണ്ടപ്പോൾ ആയിരുന്നു പറഞ്ഞത്. എന്തെങ്കിലും ഇഞ്ചെക്ഷൻ താന്നൊക്കെ ആയത്തിൻ്റെ അത്രയും എനിക്ക് പറ്റാണ്ടായപ്പോൾ തന്നെ PV ചെയ്ത് നോക്കിയപ്പോൾ അപ്പം തന്നെ 6 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു 6 സെൻറ്റിമീറ്റർ ആയില്ലേ മോളെ, ഇനിയിപ്പോൾ ചെയ്യണോ എന്നുള്ള ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചെയ്തിട്ട് കാര്യം ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് ഒരു 3-4 ചെയ്യണമെന്ന്. പക്ഷേ ഐ ഗസ് എനിക്ക് 3-4-5 ഒക്കെ വരെ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ എനിക്കിപ്പോൾ അറിയില്ല ഇനിയിപ്പോൾ എത്ര PV ചെയ്ത് നോക്കിയാലൊരു ഇനിയിപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് വരാമെന്നാണ് എനിക്ക് ഓർമ്മയില്ല. അത്ര കഴിഞ്ഞാൽ അവർ വരുള്ളൂ. അപ്പോൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് എപ്പിഡ്യൂറൽ എടുക്കൽ എത്രത്തോളം എനിക്ക് ഇതാവും എന്നുള്ളത്, എഫക്റ്റീവ് ആവും, എടുക്കേണ്ട ആവശ്യം വരും. കാരണം എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് പറയുന്നത് ഒരു 6-7 ആ ഒരു ടൈമിൽ. അപ്പോൾ ആ സമയത്ത് എപ്പിഡ്യൂറൽ എടുത്തിട്ടും കാര്യമില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് പിന്നെ കാരണം എനിക്ക് ആയത്തിൻ്റെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6-7-8 ഒക്കെ പിന്നെ വേഗമായി. സോ ആ കാര്യം ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക. ആ സമയത്ത് എന്തായാലും പറ്റാണ്ടായപ്പോൾ ആകുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ മഗ്‌രിബൊക്കെ കഴിഞ്ഞ് 7 മണിയൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും, സമയമായിട്ടുണ്ട്. ഇനി വാട്ടർ ബ്രേക്ക് ആക്കുന്നൊരു പ്രൊസീജിയർ ഉണ്ടാവും. അതാണ് എൻ്റെ അടുത്ത ടെൻഷൻ. ഒരു ടെൻഷനുണ്ട്. ഇപ്പോൾ കേട്ടത് ബേബിയുടെ ഹാർട്ട് ബീറ്റാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ പ്രസ് ചെയ്യാനുള്ള പെന്ന് പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് ആക്ച്വലി നമുക്ക് ബേബിയുടെ മൂവ്മെൻറ്റ്സ് കിട്ടുമ്പോൾ അതിൽ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലിടയ്ക്ക് നേഴ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ബേബിയുടെ മൂവ്മെൻറ്റ്സ് കിട്ടണം, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈവനിങ്ങിൽ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞ് ഇവർ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന നേരത്തെ എന്തൊക്കെയോ കോമഡികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിരുന്ന് ചിരിക്കായിരുന്നു. അതിനിടയ്ക്ക് കോൺട്രാക്ഷൻസ് വരുന്നു പോകുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കോൺട്രാക്ഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ കൂടി വരാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6-7 കഴിഞ്ഞ ഫസ്റ്റ് ഡെലിവറിക്ക് എനിക്ക് 6-7 സെൻറ്റിമീറ്റർ ഡയലേഷനിലായിരുന്നു അൺബെയറബിൾ ആയിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നത്. ആ 6-10 സെൻറ്റിമീറ്റർ ഡയലേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഇപ്രാവശ്യം ഇനി ഞാൻ ഇപ്പോഴൊക്കെ ഇപ്പോൾ ഒരു 3-4 സെൻറ്റിമീറ്റർ, അപ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ സഹിച്ചിട്ട് ഇരുന്നിട്ട് 6-7 ഒക്കെ ആയിട്ട് പറഞ്ഞിട്ട്
കാര്യമില്ല എന്നല്ല, ആ 6-7 സെൻറ്റിമീറ്ററിൽ പിന്നെ കുറച്ചല്ലേ ഉള്ളൂ 10ലേക്ക്, ഒരു 3-4 സെൻറ്റിമീറ്ററിലുള്ളൂ. അതൊക്കെ പെട്ടെന്ന് ആവും എന്നുള്ളത് കൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എപ്പിഡ്യൂറൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെയിം സംഭവം ഇപ്പോഴും അങ്ങനെ തന്നെ ആവുമെന്ന് പേടിച്ചിട്ട് ഞാൻ വേഗം പറഞ്ഞു എനിക്ക് എപ്പിഡ്യൂറൽ വേണം എന്നുള്ള ഒരു ഡിസിഷനിൽ ലാസ്റ്റ്, ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് എപ്പിഡ്യൂറൽ എടുക്കണം, പക്ഷേ സ്റ്റിൽ കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരുന്നു. പിന്നെ ലാസ്റ്റ് എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എപ്പിഡ്യൂറൽ വേണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് അങ്ങനെ കൺസെൻറ്റ് ഫോമൊക്കെ നമ്മൾ സൈൻ ചെയ്ത് അങ്ങനത്തെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് അറ്റ് ലാസ്റ്റ് നമ്മൾ എപ്പിഡ്യൂറൽ എടുത്തു ഗൈസ്. ഞാനിതിപ്പോൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പറയാനുള്ള റീസൺ ലൈക്ക് ഞാൻ എടുത്ത ആ ഡിസിഷൻ ഉണ്ടല്ലോ എപ്പിഡ്യൂറൽ എടുക്കുക എന്നുള്ളത്, എനിക്ക് എന്തോ ഇപ്പോഴും ആലോചിക്കുമ്പോൾ അതൊരു ഗുഡ് ഡെസിഷൻ ആയിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു റിഗ്രറ്റും ഇല്ല അതിൽ. എന്തായാലും ഞാൻ ഇൻഷാ അള്ളാ എപ്പിഡ്യൂറലിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസും ലൈക്ക് എങ്ങനെയാണ് എടുത്തത് പ്രൊസീജിയർ ലൈക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ ഇരുന്നിരിക്കും. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. സോ ഞാൻ ഇതിൽ എപ്പിഡ്യൂറലിനെ പറ്റിയിട്ട് വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാ അള്ളാ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് എപ്പിഡ്യൂറലിനെ പറ്റി പറയുന്നതായിരിക്കും. പിന്നെ പെയിനൊക്കെ അത്യാവശ്യം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ വേഗം പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തന്ന് ഒരു ഐസൊലേഷൻ ഗൗണൊക്കെ വെയർ ചെയ്യിപ്പിച്ചിട്ട് ഡയറക്റ്റ് ഇപ്പം നമ്മളെ എപ്പിഡ്യൂറൽ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സീൻസാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ സ്ട്രെച്ചറിലൊക്കെയാണ് കൊണ്ടുവരുന്നത്. കാരണം തിരിച്ചു വരുമ്പോൾ എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ കാലൊക്കെ അങ്ങനെ നമ്പായിരിക്കും. അപ്പം നമുക്ക് നടക്കാനോ അതിനൊന്നും പറ്റില്ല. സോ അങ്ങനെ പിന്നെ അർജുനോടും എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നേരെ പോയി. ആക്ച്വലി നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, കാരണം ഫസ്റ്റ് ടൈം അല്ല, ആദ്യമായിട്ട് അറിയില്ലല്ലോ ഇതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞാനിങ്ങനെ കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് എപ്പിഡ്യൂറലിൻ്റെ സിറിഞ്ച് ഭയങ്കര വലുതാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പെയിൻഫുൾ ആണോ അല്ലേന്ന് അറിയില്ലല്ലോ. അങ്ങനെ എപ്പിഡ്യൂറൽ എടുക്കുന്നതിന് മുന്നായിട്ട് എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്തെങ്കിലും ജ്യൂസായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിച്ചിരുന്നു. ഞാൻ ഇന്നും മറക്കില്ല കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ്, നല്ല തണുപ്പൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. അങ്ങനെ എപ്പിഡ്യൂറലൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് ഒരു കഞ്ഞിയൊക്കെ കുടിച്ച് സമാധാനത്തിൽ ഞാനൊരു പാട്ട് വെച്ച് കേൾക്കാമെന്ന് വിചാരിച്ചപ്പോൾ വെച്ചെന്ന പാട്ടാണെങ്കിൽ ചിരിമണി മുല്ല പാട്ടാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഈ പാട്ടൊക്കെ എൻജോയ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനത്തെ വൈബ് പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. എനിവേസ് പിന്നെ അത് ഞാൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നല്ല സൂറത്തും നല്ല ഖുറാൻ റെസിറ്റേഷനും കാര്യങ്ങളൊക്കെ വെച്ച് പ്ലേ ചെയ്ത് അങ്ങനെ പിന്നെ ഒരു കുറച്ച് നേരം പിന്നെ സമാധാനത്തിൽ ഇങ്ങനെ ആക്ച്വലി രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, എനിക്ക് സമയം കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് നേരം നഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ, കുറച്ച് നേരം കിടന്നോന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ത്രൂ ഔട്ട് ദ നൈറ്റ് എൻ്റെ കൂടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പിഡ്യൂറൽ എടുത്തുകൊണ്ട് നമുക്ക് കോൺട്രാക്ഷൻസ് വരുന്നത് പ്രോപ്പറായിട്ട് അറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ട് ലൈക്ക് അപ്പോൾ എത്രത്തോളം ഡൈലേറ്റഡ് ആയി എന്നുള്ളത് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് PV ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുൾ ത്രൂ ഔട്ട് ദ നൈറ്റ് നേഴ്സ് ഉണ്ടായിരുന്നത്.
ബേബി രണ്ടാളൊരു അങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സീൻസാണ് ഇപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വീറ്റ്സൊക്കെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരുന്നു, ലേബർ റൂമിലേക്കും ഒക്കെ അവർ കൊടുത്തായിരുന്നു. ആൻഡ് ഞാൻ ഡെലിവറി ചെയ്തത് 36 വീക്സ് ആൻഡ് 5 days പ്രഗ്നൻ്റ് ആകുമ്പോഴാണ്. ലേറ്റ് പ്രീ ടേം ആയിട്ട് വരുമല്ലോ, അപ്പോൾ ബേബി നേരെ NICUലായിരിക്കും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടുന്ന് പിന്നെ നോക്കുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ കുറച്ച് ലോ ആണ്. സിൻസ് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നതുകൊണ്ട് ലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ബിലിറൂബിൻ കുറച്ച് കൂടുതലാണ്, മഞ്ഞ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്ലഡ് ഷുഗർ ലെവലിന് എനിക്ക് ഫീഡ് ചെയ്താൽ മതി, നന്നായിട്ട് ഫീഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മഞ്ഞ കണ്ടതിന് നമ്മൾ ഫോട്ടോതെറാപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നീല ലൈറ്റിൽ ഇങ്ങനെ കുറച്ച് നേരം, ഐ തിങ്ക് അന്ന് രാത്രി മൊത്തം കെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സെയിം ഡേ ഡെലിവറി കഴിഞ്ഞ സെയിം ഡേ തന്നെ ഈവനിങ്ങും രാത്രിയൊക്കെ ആയിട്ട് റിലേറ്റീവ്സ് അജുവിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ റിലേറ്റീവ്സൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞ അന്നത്തെ ഈവനിങ് ചായ കൂടി സീനാണത്. ഇതാണ് നമ്മളെ വെണ്ണറൊട്ടി. ഇത് ഞങ്ങളെ വടക്കേക്കാട്ടുള്ള ഫുഡ് കോർണറിലത്തെ അടിപൊളി വെണ്ണറൊട്ടിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമ്മളെപ്പോഴും നാട്ടിൽ വന്നാലും അതുപോലെ തന്നെ ദുബായിൽക്കൊക്കെ കൊടുത്തുവിടാൻ പറയാറുണ്ട്, അത്രയും ടേസ്റ്റ് ആട്ടോ അത്. ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണിട്ടത്, നല്ല വ്യൂ ആയിരുന്നു. ഞങ്ങൾ കേട്ടനൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം സൺലൈറ്റൊക്കെ കിട്ടിക്കോട്ടെ എല്ലാവർക്കും എന്ന് വിചാരിച്ചിട്ട്. ആൻഡ് ഇതൊരു ബുക്ക്, ഇത് ഇവർക്ക് കിട്ടുന്ന ബുക്കാണ് കേട്ടോ ബേബീസിന്. മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസിൽ ഉണ്ടാവുമായിരിക്കും. ഇതിൽ നമുക്ക് ഇവർ ജനിച്ച ടൈം, വെയിറ്റ്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതേപോലെ തന്നെ ഇവരുടെ ഫുഡ് പ്രിൻറ്റ് ഇത് കണ്ടില്ലേ. ആൻഡ് ഇത് ആക്ച്വലി ഒരു റെക്കോർഡ് ബുക്ക് പോലെ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴുള്ള നമുക്കിങ്ങനെ ഒരു ബുക്കായിട്ട് കിട്ടുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആയത്തിനൊക്കെ ഇതേപോലെ സെയിം ബുക്കുണ്ട്. അപ്പോൾ ആയത്തിനൊരു പിങ്കും ഇപ്പോൾ ആദമിന് ബ്ലൂ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ബുക്ക്. നമുക്ക് ഫുൾ വാക്സിനേഷൻ റെക്കോർഡെല്ലാം ഇതിലുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പോവില്ല. ഇതൊരു ബുക്കായിട്ടായതുകൊണ്ടേ നല്ലതത്. ഞാൻ ആക്ച്വലി ദുബായിൽ നിന്ന് തന്നെ ജെൻഡർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ബോയാന്ന് അറിയായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് ഈ നെയിം ബോർഡ് ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് പേടി, ഇനിയിപ്പോൾ ഇതിൽ പേര് എഴുതിയിട്ട് ഞാനും ആ പെൺകുട്ടി ആയാലോ, ചിലപ്പോൾ അങ്ങനെ മിസ്റ്റേക്സ് പറ്റുമല്ലോ, അങ്ങനത്തെ സിറ്റുവേഷൻസ് 2-3 പേർക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടെൻഷനായിട്ട് ഞാൻ പേര് എഴുതിയിട്ടുണ്ടെന്നില്ല. ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്ന് എഴുതാമല്ലോ വിചാരിച്ചിട്ട്. ഇവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ കൈ വറക്കേണ്ടിയിരുന്നു. അയ്യോ, ഇതിങ്ങനെ കൊളാക്കി കഴിഞ്ഞാൽ മായ്ച്ചെടുക്കാൻ എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ എന്നിട്ട് ആദ്യം നല്ല അടിപൊളിയായിട്ട് എഴുതി. ഖാലിദ് എഴുതിയപ്പോൾ അതിനെന്തോ ഒരു മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ശരിയായിട്ട് എന്തൊക്കെ ആയി. എന്നാലും അങ്ങനെയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി. ആദ്യത്തിൻ്റെന് ഞാനിങ്ങനെ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്താൽ മതിയായിരുന്നു എന്നുള്ളത് പിന്നീട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ എന്തായാലും കുറച്ച് ന്യൂ ബോൺ സ്റ്റേജിൽ തന്നെ 2 ഹോസ്പിറ്റലിൽ തന്നെ പോണതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നുള്ള മൈൻഡിലാണ് ഇത് ഞാൻ വാങ്ങിച്ചത്. ഇതും അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഹോം കമ്മിങ് ഡ്രസ്സൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അതൊക്കെ വെയർ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കുറച്ച്. ഈ ഒരു ഫുഡിനെ പറ്റി എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ ഡിസ്ചാർജ് ആവുന്ന ദിവസം, അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് വാങ്ങിച്ച ഫുഡാണ്. ഞാൻ കുറേ ദിവസമായിട്ട് കഞ്ഞിയും ചായയും ബണ്ണും ഇതൊക്കെ തന്നെ തിന്നണമല്ലോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചോറ് ക്രേവ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. നല്ല അടിപൊളി സദ്യ, നല്ല അടിപൊളി ഫുഡായിരുന്നു. അതിൽ കൂടെ നല്ല ബീഫ് വരട്ടിയതും നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടാണ്. ഇത് ഞങ്ങൾക്ക് ഡിസ്ചാർജ് ആകുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്. ഒരു ഹാമ്പർ പോലെ ജസ്റ്റ് ഒരു കേക്കും, അതേപോലെ തന്നെ ഈ ഒരു ബോക്സിൽ ആക്ച്വലി ഡ്രൈ ഷീറ്റ്, ബേബിക്കുള്ള സാധനങ്ങൾ, എന്തൊക്കെയോ ടോയ്സൊക്കെ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ കിട്ടിയ സാധനമാണ് ഈ
പേരക്കൻ്റെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആയത്തിന് എനിക്ക് ഓർമ്മയുണ്ട്, സെയിം ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറി. സോ ആയത്തിന് പേരക്കൻ്റെ തൈയായിരുന്നു കിട്ടിയിരുന്നത്. അത് അജുൻ്റെ വീട്ടിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് പോണ ഒരു സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് എൻ്റെ ഉമ്മ, അജു, അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്നത് റുക്സ, പിന്നെ എൻ്റെ വേറെ കസിനാണ് സെമിയ, റുക്സ. അവരുടെ ഈ ടീമൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ എനിക്ക്. എല്ലാതും എനിക്ക് പെയിൻ ഉണ്ടാകുമ്പോഴൊക്കെ കാലിൽ മസാജ് ചെയ്ത് തന്നിട്ടും കയ്യിൽ മസാജ് ചെയ്ത് തന്നിട്ടും മോയ്സ്ചറൈസ് ചെയ്തിട്ടും, അതുകൊണ്ട് അവരിതിൽ മെൻഷൻ ചെയ്യാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഞാൻ കുറച്ച് ഓവറായി മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും ഫോട്ടോസ് എടുക്കാറുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി മേക്കപ്പ് ചെയ്തതാണ്. അങ്ങനെ ഇനി ഇവിടുന്ന് നേരെ പോസ്റ്റ്നേറ്റൽ കെയറിലേക്കാണ് പോണത്, വീട്ടിലേക്കല്ല. അപ്പോൾ അവിടെ ഒരു 30 ഡേയ്സിൻ്റെ പാക്കേജാണ് എടുത്തിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുള്ളൂ. പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, എനിക്ക് ഡെലിവറി റിലേറ്റഡ് ആയിട്ട് ആക്ച്വലി ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. എൻ്റെ ഡെലിവറിക്ക് ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് അല്ല, ഒരു ചെറിയ സംഭവം. അപ്പോൾ അത് ഞാനിനി നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും എപ്പിഡ്യൂറലിൻ്റെ വീഡിയോ ഇടുകയെന്ന് വിചാരിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് പറഞ്ഞിട്ട്. സോ അതിൻ്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് അത്രക്കുള്ള, കാരണം ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അത്യാവശ്യം ഇപ്പോൾ തന്നെ അയക്കണം. അപ്പം വീഡിയോൻ്റെ ലെങ്ത്ത്. സോ ഗൈസ് അപ്പോൾ അത്രക്കുള്ള, ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.